കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP സമരം 34-ാം ദിവസത്തിലേക്ക്. ഡൽഹി ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് പ്രതിഷേധക്കാരുടെ പ്രവാഹം. രാത്രി വൈകിയും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. അതീവ ജാഗ്രതയിൽ തലസ്ഥാനം. 30 കമ്പനി കേന്ദ്ര സേന കൂടി ജന്തർ മന്ദറിലെത്തും. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ഇന്നും നാളെയും കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിന് നിന്ന് പിന്നോട്ടു പോകാതെ പ്രതിപക്ഷം. പാർലമെന്റിൽ ഇന്നും വിഷയം ഉന്നയിക്കാൻ തീരുമാനം. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ചർച്ച എപ്പോൾ നടത്തുമെന്ന് വ്യക്തമാക്കാതെ കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമായേക്കും. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. DGP നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിച്ച ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് ചേരാനിരിക്കെ അജിത് കുമാറിനെതിരായ സർക്കാരിന്റെ തുടർ നടപടികൾ നിർണായകം. ഈ മാസം 30-നുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കും. ശബരിമലയിലെ തന്ത്രി നിയമനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. തന്ത്രിസ്ഥാനത്ത് കണ്ഠരര് രാജീവര് തുടരുമോ എന്നതിൽ തീരുമാനമുണ്ടാവും. പകരം മകൻ ബ്രഹ്മദത്തിന് തന്ത്രിസ്ഥാനം നൽകിയേക്കും. ദേവസ്വം ബോർഡ് നീക്കം ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതോടെ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ CPIM. നടപടികൾ ചർച്ച ചെയ്യാൻ വിശാല സംസ്ഥാന സമിതി യോഗം സെപ്റ്റംബറിൽ ചേരും. സെപ്റ്റംബർ 11 മുതൽ 13 വരെ കോഴിക്കോട് യോഗം ചേരാൻ ധാരണ. സംസ്ഥാന കമ്മിറ്റിക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വർഗ ബഹുജന സംഘടനാ അംഗങ്ങളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും. ാമത് കോമൺവെൽത്ത് ഗെയിംസിനായി ഇന്ന് സ്കോട്ട്ലാൻഡിന്റെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 10:30. മത്സരങ്ങൾ നാളെ മുതൽ. 74 രാജ്യങ്ങളിൽ നിന്നായി 3000 താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് 5 മലയാളികൾ ഉൾപ്പെടെ 126 അംഗ ടീം.